guys, welcome to Girls Talk. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിം എന്താണെന്ന് നമ്മൾ ഗ്രീഷ്മ പറയും. Who knows me better? Yes. എന്നെ കൂടുതൽ ആർക്കറിയാം എന്നുള്ളത് നോക്കുന്നു. Okay. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് വന്നിട്ട് പോകാം. അല്ല, ഗെയിമിലേക്ക് പോകാം. കട്ട് ചെയ്യണ്ട. ഓക്കെ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, ഈസി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങൾ ലെറ്റർ പാഡിൽ എഴുതും. അതിനുശേഷം പിന്നീട് നമ്മൾ ആൻസർ ചെയ്യുക. അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ചോദിക്കട്ടെ. ചോദിക്കാം. അല്ല, കണ്ടില്ല. നോക്കരുത്. ക്വസ്റ്റ്യൻ അല്ല, ആൻസർ ഇല്ലല്ലോ ഇതിനകത്ത്. ആൻസർ ഉണ്ട്. അതിനുള്ള ബുദ്ധിമുട്ടില്ലാത്തത് കുഴപ്പമില്ല. ഇവിടെ നോക്കിയിരുന്നു. Okay. എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു ഫ്രൂട്ട് ഇഷ്ടമാണ്. നേരത്തെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇപ്പൊ അത് ഇഷ്ടമാണ്. അറിയാവുന്ന കൂട്ടാണോ? അതെ അതെ. ഇവിടെ കൊണ്ടാവുന്നതാണോ? എന്നാ അതേതാന്ന് പറയാം. ഫ്രൂട്ട് മേടിക്കുന്നുണ്ട്. പിന്നെ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ എന്റെ ആൻസർ പറയാം. പപ്പായ. മാംഗോ. പക്ഷെ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലല്ലോ, ഇപ്പൊ കഴിക്കുമെന്ന് വീട്ടിൽ മേടിച്ചിട്ട് എത്ര കാലമായി. പപ്പായ വാങ്ങണ്ടേ എവിടെയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല, ഇപ്പൊ ഞാൻ കഴിക്കുമെന്ന്. എന്റെ ഫേവറേറ്റ് സ്റ്റൈൽ ഓഫ് മൂവി, ഇപ്പൊ കോമഡി, ത്രില്ലർ അങ്ങനൊക്കെ ഉണ്ടല്ലോ, അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ. ഇവിടെ വേറെ ഉണ്ട്, നോക്കും. കാണുന്നുണ്ടോ? ഞാനോ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഗൈസ്. എഴുതിയോ? പറയട്ടെ. ത്രില്ലർ മൂവി. ആക്ഷൻ ത്രില്ലർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫുഡ് കറന്റ്ലി. എനിക്ക് നേരിട്ട് ഓരോ ഫുഡ് മാറിക്കൊണ്ടിരിക്കും. അതാ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടങ്ങൾ മാറുമല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുറത്തുനിന്ന് മേടിക്കുന്ന ടൈപ്പ് അല്ലേ? അങ്ങനല്ലേ? അല്ലാണ്ട് ഈ ചോറ് പുറത്തു പോയാല് ഞാൻ കൂടുതലും എനിക്കിഷ്ടമാണ്, പക്ഷെ മിക്കപ്പോഴും അത് കഴിക്കാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതായിരിക്കും മിക്കവാറും മറന്നു. ഞാനിത് കോമ്പിനേഷൻ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതില് ഒന്ന് എഴുതിയാലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്നുള്ളൂ, പക്ഷെ മിക്കപ്പോഴും ഇത് കഴിക്കാറുണ്ട്. അപ്പൊ അതല്ല ഞാൻ ആലോചിച്ചോട്ടെ. ശരിക്കും കഴിക്കാൻ പറ്റാറില്ല. കഴിക്കാൻ കാരണം നമ്മൾ ഒരുമിച്ച് പോകുമ്പോ കൂടെയുള്ള ആൾക്കാര് വാങ്ങാത്തപ്പോ പിന്നെ നമുക്കത് പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുന്ന ടൈമിൽ ഞാനത് വാങ്ങിക്കും. ഒറ്റയ്ക്ക് പോകുമ്പോ മേടിക്കാറുണ്ടല്ലേ? ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ പറ്റിയാൽ. അപ്പൊ ഞാൻ അതല്ല പറയട്ടെ. മന്തി. എനിക്ക് അതിലെ ഈ ബോയിൽ ചെയ്ത ചിക്കൻ ഇഷ്ടമല്ല. അതൊന്നും വേണ്ട. പെരി പെരി അൽഫാമിന്റെ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് എഴുതണോ? വേണ്ട. പിന്നെ ഇത് തന്നെ എഴുതിയാണ് എനിക്കറിയാം. ഓക്കെ. അടുത്തത്. ഞാന് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഞാൻ പറയുമ്പോ അതിൽ സ്ഥിരമായിട്ട് ഇനി യൂസ് ചെയ്യുന്ന ഒരു വേർഡ്. അത് ഇംഗ്ലീഷിലും ഉണ്ട് വേർഡ്, മലയാളത്തിലും ഉണ്ട്. രണ്ടും പറയണേ പറഞ്ഞോ, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഞാനിപ്പോ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ വേർഡ് യൂസ് ചെയ്യും. അത് മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. രണ്ടാട്ടോ, അല്ലാതെ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുന്നതല്ല. പക്ഷെ എന്നെ ഇതിനകത്ത് കളിയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ അധികം അങ്ങനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കെന്തിട്ടാണ്? ഇംഗ്ലീഷ് വേർഡ് അത്. പക്ഷെ ഒരു ഇംഗ്ലീഷ് വേർഡാണത്. ഞാനത് പറയുമ്പോ ഇങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ആ ഒരു വേർഡ്. അപ്പൊ നിങ്ങൾക്കും കാണും അങ്ങനെ ഒരു വേർഡ്.
മലയാളത്തിൽ അതുപോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പറയാറുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അറിയുന്നത് പറയാറുണ്ട്. ഇല്ല പറയാറുണ്ട്. ഇംഗ്ലീഷ് ഞാൻ എപ്പോഴും പറയാറുള്ള ആ വേർഡ്. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പറയട്ടെ. ഇംഗ്ലീഷിലാണെങ്കിൽ ആക്ച്വലി മലയാളമാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അതെ 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 അങ്ങനെയാണ്. അതുണ്ട്. പക്ഷെ അടുത്തത് എനിക്ക് അതെ 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 ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ അതെ 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 അതെ. അടുത്തത് എനിക്ക് എത്ര ഷൂ ഉണ്ട്? എത്ര ഷൂസ് ഉണ്ട്? പെയർ ഓഫ് ഷൂസ്. അതെ ശരി, ഞാൻ നോക്കിയാലും എന്താ എന്റെ നോക്കിയായിരുന്ന പോരെ. നിനക്ക് എത്ര ഷൂ ഉണ്ട്? ആരോട്? ഓക്കെ ശരിക്കും വേറെ നമ്പർ ആണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചോട്ടെ, 3 ആണോ? അല്ല 2. ഞാൻ 4. ഞാൻ 3. ഞാൻ വാങ്ങിയതല്ലോ. അങ്ങനെ നോക്കാൻ നിങ്ങളുടെ ഷൂ എല്ലാം എത്ര ഷൂ ഉണ്ടെന്നാ ചോദിച്ചോളൂ. എനിക്ക് ഞാൻ രാവിലെ ഈ ടെൻഡൻസി നമുക്ക് നോക്കാൻ കണ്ടില്ല. അത് ഈ കോളേജിൽ പഠിക്കുന്നതിന്റെ ആയത് വെച്ചിട്ട്. അടുത്തത് സൈസ് ഓഫ് മൈ ഡ്രസ്. സിമ്പിൾ XXL. ആൻസർ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഓക്കെ എഴുതിയോ? എഴുതിയോ? മീഡിയം. വീഡിയോ ക്ലാസ് ഒന്നും ഇല്ല എനിക്ക്. കളത്തലാണ് വണ്ണമൊക്കെ ഉണ്ട്. XXL ആണ്. അടുത്തത് കളർ ഓഫ് മൈ ടൂത്ത് ബ്രഷ്. എന്റെ ടൂത്ത് ബ്രഷ് ഞാൻ കണ്ടിട്ടില്ല. നീ എപ്പോഴും അവിടെ വരുന്നത്. എനിക്കറിയാം. എന്തോ റെഡ് ഉണ്ട്. റെഡ് ആൻഡ് വൈറ്റ്. റെഡ് ഉണ്ട്. അപ്പൊ റെഡ് ശരി ഇട്ടോട്ടെ. റെഡ് ഇട്ടോട്ടെ. ഞാൻ മൊത്തം 1/2 മാർക്ക് തരാം. വൈറ്റ് ഇല്ലല്ലോ. അടുത്തത് ഞാന് ഈ ലാസ്റ്റ് കണ്ട തിയേറ്ററിൽ പോയി കണ്ട അറിയാമോ? പേര് ഞാനത് കണ്ടിട്ടില്ല. അയ്യോ അതാ ഷോർട്ട് ഫോം. അതിന്റെ ഷോർട്ട് ഫോം എനിക്ക് എത്ര എഴുതാൻ വയ്യ. അതല്ലേ സിനിമ കണ്ടിട്ടില്ല. ആ പേര് അറിയത്തില്ലെങ്കിൽ തനിക്കൊണ്ട് പുറത്ത് വരുന്നത്. എന്തോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പേരറിയാം. പറ. പ്രിൻസ് ആൻഡ് ഫാമിലി. ലിറ്റിൽ പ്രിൻസസ്. ലിറ്റിൽ പ്രിൻസസ്. അടുത്തത് ഇപ്പം ഒരു കാര്യം എന്ത് കാര്യം ആവാം, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അതിപ്പോ ഒരു സാധനമാകാം, ഒരാളാകാം, ഒരു കാര്യമാകാം. ഒരാളും ആകാമോ? എന്തും ആകാം. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. അതല്ല, പക്ഷെ അതറിയത്തില്ല. അതാണോ നിങ്ങൾക്ക് എന്താ ചെയ്തതാ. പക്ഷെ അതെന്തും ആകാം. ആ ഒരു കാര്യമില്ലാതെ അറ്റ്ലീസ്റ്റ് പേഴ്സൺ ആണെങ്കിലും പറ. പേഴ്സൺ ആണ് ഞങ്ങൾക്ക് അറിയാം. ഒബ്ജക്ട് അങ്ങനെയല്ല, ഒരു കാര്യം. അതൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ചിലത് പറയും ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഇപ്പാണോ? പൊട്ടത്തനാണ്. ആ കാര്യം എന്നെ എപ്പോഴും ഇവര് കളിയാക്കുന്ന ഒരു കാര്യമാണ്. എന്നെ എപ്പോഴും അത് പറയും, പ്രത്യേകിച്ച് ഇവള്. ഓ അപ്പൊ ഭാഷാരിറ്റി എനിക്കറിയത്തില്ല. നിനക്കും അറിയാം. ഒന്നുമില്ല പറഞ്ഞിട്ട്. ഇപ്പൊ നിലവിൽ ഇത് തന്നെയാണ് എന്റെ കുഴപ്പം. അറിയില്ല. എന്നാലും ഓർമ്മ എഴുതി വെച്ചേക്കാം. ഞാൻ ആദ്യം പൊത്തെടുത്തിട്ട് പറയട്ടെ. ടോക്കിംഗ്. ഓ സംസാരം. ഇവിടെ സംസാരിക്കുന്നത് കുറ്റവാ. ഞാൻ അതൊരാളാ. അതിപ്പോ അങ്ങനെയാണല്ലോ. പറഞ്ഞുകൂടായിരുന്നോ?
ഒരു ഒബ്ജക്റ്റ് ഞാൻ അതിനല്ലേ ഇപ്പൊ ഞാൻ ഒരു പേഴ്സൺ ആണെങ്കിൽ ഒരിക്കലും അതെടുത്ത് പറയത്തില്ല. ആ ബുദ്ധി ഇല്ലാതെ ഇപ്പൊ എന്റെ തെറ്റാണോ? ഒരു പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറഞ്ഞേ. ഇല്ല ഒരു പേഴ്സൺ ആണ് ഞാൻ ഇതെടുത്ത് പറയുവോ? അത് കൺഫ്യൂഷൻ ഇത് തന്നെയാണ് കുഴപ്പം. 10ാമത്തെ ചോദ്യം. അടുത്തത് മൈ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്. മുഖമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് അന്ന് അത്രയും സെലിബ്രിറ്റി ഒന്നും അല്ലായിരുന്നു. ഇപ്പൊ ആയത് അത് ഫസ്റ്റ് അല്ല. ജീവ അന്ന് ഈ സൂര്യ മ്യൂസിക്കില് ഷാജിച്ചിട്ട് ഉണ്ടായിരുന്ന സമയത്ത് സെലിബ്രിറ്റി ആക്ടർ എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സെലിബ്രിറ്റി. അന്ന് എനിക്ക് ആദ്യമായിട്ട് ക്രഷ് ഉള്ളത് എന്റെ ഫേസ്ബുക്കിൽ ആദ്യത്തെ ഫോട്ടോ എടുത്ത് ചെയ്യട്ടെ. അതൊക്കെ അവിടെ കിടക്കാന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം ചോദിക്കും. മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ഓൾ ടൈം. ഓൾ ടൈം എന്ന് പറഞ്ഞാൽ സ്ഥിരം കുടിക്കാറില്ല, കാരണം കിട്ടത്തില്ല. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് കുടിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴും അത് കിട്ടത്തില്ല. എഴുതിയോ? എഴുതിയോ? കരിമ്പിൻ ജ്യൂസ്. ഞാൻ ആദ്യം ഒരാളല്ല കരിമ്പ് ഇങ്ങനെ ആക്കിയതാ. ഓ ഇത് അടുത്തത് എനിക്ക് ഒരു കാര്യം അത് എന്താ അത് ചെയ്യാൻ എനിക്ക് പേടിയാ. ആ ഒരു കാര്യം ചെയ്യാൻ ആ ഒരു കാര്യത്തോട് എനിക്ക് ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റും ആ ഒരു കാര്യത്തിലൂടെ. അപ്പൊ എനിക്ക് പേടിയാ ആ ഒരു കാര്യം ചെയ്യാൻ. അതെന്ത് കാര്യം? നമ്മുടെ ലൈഫില് അല്ല നമ്മുടെ ലൈഫില് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട. ഇപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതിയോ? നമ്മുടെ ലൈഫിൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. തെറ്റായിരിക്കും. എനിക്കറിയാം ഈ കാര്യം എനിക്ക് ഉറപ്പാ. ഓവർ ഷെയറിങ്, സംസാരം അത് തന്നെ. സംസാരിച്ച് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ സംസാരം വന്നിട്ട് നമ്മൾ അതിൽ നിന്നും ഓരോ പ്രശ്നത്തിലേക്ക് പോകത്തില്ല. അത് തന്നെ. ഇപ്പൊ ഒരാളിനെ സംസാരിക്കാൻ വന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് വെള്ളം പോകും. പിന്നെ അവർ നമ്മുടെ നല്ലതിന് വേണ്ടിട്ട് ആണ് വന്നത് നമ്മളങ്ങ് വിചാരിക്കും. അത് തന്നെ. ഇതൊക്കെ കറക്റ്റ് തന്നെ. ശരിയാണ്. ഇത് തന്നെയാണ്. അടുത്തത് എനിക്ക് ഡയമണ്ട് അതിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനം. ഡയമണ്ട് മേടിക്കണോ? എഴുതിയോ? പറയട്ടെ. നോ സ്പേസ്. നിങ്ങൾക്ക് ഓവർ ഷെയറിംഗ് ഇല്ല. ട്രസ്റ്റ് ഓവർ ഷെയറിംഗ് ആയിരുന്നേ. എത്ര ക്വസ്റ്റ്യനായി? 13. അടുത്ത ചോദ്യം. അടുത്തത് ഞാന് ആദ്യമായിട്ട് നോസ്പിൻ മൂക്കുത്തിയത് എവിടെയാണോ? ജൂവലറിയിൽ. അല്ല, തട്ടാൻ. ജൂവലറിയാണ്. അതെന്തൊരു ചോദ്യമോ? എവിടെ വെച്ചാണ്? ഞാൻ
ഇപ്പൊ കോട്ടയം ചങ്ങനാശ്ശേരി അങ്ങനെ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞു മൂക്കൊട്ടിയതിന്റെ അങ്ങനാണോ? സ്ഥലം വേണമെങ്കിൽ എഴുതാം. സ്ഥലം എഴുതിയാലും മതി. ഞാൻ എവിടെ പോയിട്ടാണ് ഫേമസ് ഫേമസ് ഒന്നുമല്ല. നോക്കുന്നേ. അപ്പൊ അതല്ല, ഞാൻ കണ്ടില്ല. മൂക്ക് കുത്തിയത് എനിക്കറിയാണ്. ക്ലൂ തരാം. ഒരു സ്ഥലമാണ്. അത് അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമൊന്നും അല്ല. അത് ഒരാള് വഴിയാണ് ഞാൻ ഇന്ന് പോയി കുത്തിയത്. എത്ര വർഷമായി കുത്തിയിട്ട്? ഒരാൾക്ക് അറിയാവുന്ന നമുക്ക് അത്ര അടുത്തറിയാവുന്ന ഒരാൾ കൊണ്ടുപോയതാ. അറിയത്തില്ല ഈ ചോദ്യം. ഞാൻ 3 സ്ഥലം എഴുതി വെച്ചു. ഇതെന്താ ആദ്യം പറഞ്ഞു? എന്ത് പറഞ്ഞോ? അല്ല ഇതല്ല. പറയട്ടെ, മതി. എല്ലാം വന്നിട്ടാ ഇരുപത്തിട്ട്. ഞാൻ അണ്ടൂര് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ തീർന്നു. കഴിഞ്ഞ ഒരെണ്ണം കൂടെ പറയും. ടൈ ആവും. അതെന്താ? വേണ്ട പറയണ്ട. അതെന്താ? ഇനി ഓക്കെ, എനിക്ക് വെറുതെ ഇരിക്കുമ്പോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം സംസാരിക്കുക. എന്റെ വാരിക്ക് ഞാൻ ഇപ്പൊ കേട്ടേനെ. എനിക്ക് വെറുതെ ഇരിക്കുമ്പോ എന്താണ് ചെയ്യാൻ ഇഷ്ടം? ഓക്കെ, വെറുതെ ഇരിക്കുമ്പോഴല്ലേ? പറയട്ടെ. റീൽസ് കാണുക. വീഡിയോസ് വീഡിയോസ് ഞാൻ യൂട്യൂബ് കാണും, റീൽസ് കാണും. ഒരു ബന്ധമില്ലാത്ത കാര്യം ആ ടിക്ക് കൊടുത്തു. അതന്നെ ഞാൻ പറയട്ടെ. ഇപ്പൊ ഓവർ ഷെയറിങ്, അതുപോലെ ട്രസ്റ്റ് എന്ന് വെച്ചാൽ സംസാരിച്ച് ഞാനിപ്പോ ഒരാള് എന്നോട് ഇപ്പൊ സംസാരിക്കാൻ വന്നാൽ അവരെ ഞാൻ വിശ്വസിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും പറയും. പശുവിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ പശുവിനെ കെട്ടിയിട്ട മരത്തെ കുറിച്ച് സംസാരിച്ചാൽ അത് മാർക്ക് കിട്ടത്തില്ല. ഓവർ ഷെയറിങ് അത് ടോപ്പിക് എഴുതണം. അല്ലാതെ ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യമില്ല. കാര്യമില്ല. അപ്പൊ അത് വെട്ട്. ഓവർ ഷെയറിങ് വെട്ട്. വീഡിയോ ഒക്കെ ഈ വീഡിയോ എന്ന് പറഞ്ഞാല് വീഡിയോ കാണുകയെന്നുണ്ട്, വീഡിയോ എടുക്കാന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോ ഈ വീഡിയോ മാത്രം ഒരു കാര്യമില്ല. ഞാൻ തന്നെ റീൽസ് സ്ക്രോളിങ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും വെട്ടും. അത് പ്രിൻസ് മനസ്സിലായോ? ആദ്യമേ ജയിച്ചു. ഇവിടെ അല്ല ചേച്ചിക്ക 1 2 3 4 5 6 7 8 കണ്ടോ? 6 മാർക്ക്. ആരെ എന്തിനാണോ എന്തോ ആരെന്തിന്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി. ബൈ ഗൈസ്.